നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കന്യാകുമാരിക്കടുത്തുള്ള ശുചീന്ദ്ര മഹാദേവ ക്ഷേത്രത്തെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. വളരെ പ്രാചീനവും പ്രസിദ്ധവുമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണത്. അവിടെ പണ്ട് കാലത്ത് നിലവിലിരുന്ന വളരെ വിചിത്രവും പ്രാകൃതവുമായിട്ടുള്ള ഒരു കുറ്റപരിശോധനാ രീതിയാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്. അതായത് തിളച്ച നെയ്യിൽ കൈമുക്കി നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു രീതിയായിരുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പല കുറ്റപരിശോധനാ രീതികളും പരിശോധിച്ചു കഴിഞ്ഞാൽ പലതും വളരെ ക്രൂരവും പ്രാകൃതവുമാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതായത് വിഷപരീക്ഷ, ജലപരീക്ഷ, അഗ്നിപരീക്ഷ, തൂക്കുപരീക്ഷ, ഇങ്ങനെ ചിലത്. അത് സമുദായത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ കുറ്റപരിശോധനാ രീതികളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പണ്ട് നമ്പൂതിരിമാരുടെ ഇടയിലുണ്ടായിരുന്ന മറ്റൊരു കുറ്റപരിശോധനാ രീതിയാണ് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് കുടുംബത്തിലെ അന്തർജനങ്ങളുടെ സ്വഭാവശുദ്ധിയിൽ ആ ഗ്രഹനാഥന് എന്തെങ്കിലും സംശയം തോന്നുന്ന ആ ഒരു സമയം ഗ്രഹനാഥൻ അധികാരികളെയും ബന്ധുക്കളെയും അറിയിച്ച് അവരുടെ സാന്നിധ്യത്തിൽ കുറ്റപരിശോധനകൾ നടത്തി അത് തെളിയിക്കുന്ന ഒരു രീതിയായിരുന്നത്. കുറ്റപരിശോധനയിൽ ഈ അന്തർജനവും കൂടെയുള്ള ആളുകളും കുറ്റക്കാരാണെന്ന് തെളിയുകയാണെന്നുണ്ടെങ്കിൽ അവരെ കുടുംബത്തിൽ നിന്നും സ്വന്തം ദേശത്ത് നിന്നും സമൂഹത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വയ്ക്കുന്നതോടുകൂടിയാണ് ഈ സ്മാർത്ത വിചാരത്തിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നത്. വളരെ ദീർഘമായ നടപടിക്രമങ്ങളാണിത്. ഈ സ്മാർത്ത വിചാരത്തെപ്പറ്റി വളരെ വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ദിബു വിശ്വനാഥൻ വയ്ക്കുന്നുള്ള ഒരു ചാനലിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ വിശദമാക്കുന്നില്ല. അപ്പോൾ ഈ സ്മാർത്ത വിചാരത്തിൽ പ്രശ്നമാക്കപ്പെടുന്ന ഈ വ്യക്തിക്ക് അവരുടെ കുടുംബക്കാരെയും ദേശക്കാരെയും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശത്രുത തീർക്കുന്നതിന് വേണ്ടി കൂടി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അക്കാലത്ത് നടന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ താൻ നിരപരാധിയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള ഭ്രഷ്ടാക്കപ്പെട്ട ആ ഒരു വ്യക്തിക്ക് ശുചീന്ദ്രത്ത് പോയി തിളച്ച നെയ്യിൽ കൈമുക്കി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഈ സ്മാർത്ത വിചാരം നടത്തിയ സ്മാർത്തന് ഈ നമ്പൂതിരിയുടെ നിരപരാധിത്വത്തിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്മാർത്തനെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ശുചീന്ദ്രത്ത് പോയി കൈമുക്കുന്നതിനുള്ള ഒരു അനുമതി പത്രമായിട്ടുള്ള പമ്പ് അല്ലെങ്കിൽ പമ്പോലക്കരണം എന്ന് പറയുന്ന ഒരു രേഖ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഈ പ്രശ്നനായ വ്യക്തി ഈ പമ്പോലക്കരണവുമായിട്ട് തിരുവിതാംകൂറിൽ പോയി രാജാവിനെ മുഖം കാണിച്ച് ഈ ഒരു പമ്പോലക്കരണം കാണിക്കുകയും രാജാവിനതിൽ പൂർണ്ണ ബോധ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ശുചീന്ദ്രത്ത് പോയി കൈമുക്കി നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള ഒരു അനുമതി കൊടുക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ശുചീന്ദ്രം ക്ഷേത്രാധികാരികൾക്ക് ഈ കൈമുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഒരു നീട്ടും രാജാവ് കൂടെ അയച്ചു കൊടുക്കും. ഇതിനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തി നേരെ ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ പോയി കൈമുക്കുന്നതിന് തലേദിവസം വരെ അവിടെ ഭജന പിരിക്കണം. കൈമുക്ക് നടക്കുന്നതിൻ്റെ തലേന്ന് വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുമ്പ് അവിടുത്തെ ബലിക്കൽപുരയിൽ വെച്ച് നവഗ്രഹങ്ങൾക്ക് പൂജ നടത്തണം. അതിനുണ്ടൊരു പ്രത്യേകത. അപ്പോൾ അവിടെ ഭാരതക്കഴകം എന്ന പേരിൽ ഒരു 9 പോറ്റിമാരുണ്ട് ഇതിൻ്റെ അവകാശികളായിട്ട്. അവരെ നവഗ്രഹങ്ങളായിട്ട് സങ്കല്പിച്ച് ഈ ബലിക്കൽപുരയിൽ നിരത്തിയിരുത്തി അവരെയാണ് നവഗ്രഹങ്ങളായിട്ട് പൂജിക്കുക. അപ്പോൾ ഈ മറ്റൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ ശുചീന്ദ്രൻ കൈമുക്ക് സ്മാർത്ത വിചാരത്തിൽ ഭ്രഷ്ടനാക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ മാത്രമല്ല മോഷണക്കുറ്റം ചാർത്തപ്പെട്ട ഒരു വ്യക്തിക്കും ഈ ഒരു കുറ്റപരിശോധന രീതിയിൽ പങ്കെടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ നവഗ്രഹ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുറ്റാരോപിതനായ വ്യക്തി നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ആ സമയം ക്ഷേത്രത്തിനുള്ളിലെ മറ്റ് ദീപങ്ങളെല്ലാം കെടുത്തി ശ്രീകോവിലിനുള്ളിൽ ഒറ്റത്തിരിയിട്ട ഒരു ദീപം മാത്രമാണ് ആ സമയം പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ഒരു വല്ലാത്ത ആ ഒരു നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിൽ സാധാരണ എത്ര ഇതുള്ളവനാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ബോധ്യമുള്ള സമയം ആ ഒരു സാഹചര്യം അവിടെ നിന്ന് തന്നെ പിന്തിരിയുകയും ചെയ്യും. ഇദ്ദേഹം ഇങ്ങനെ നടന്ന് പതുക്കെ അകത്തേക്ക് പോകുന്ന സമയം വലിയമ്പലത്തിൻ്റെ ഇടനാഴിയുടെ പുറകിൽ നിന്ന് അവിടെ ഒരു വട്ടപ്പള്ളിമൂത്ത് എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയും. കുറ്റം ചെയ്തിട്ടില്ല എന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ആ ഒരു സമയവും മിക്കവാറും പലരും പിൻവാങ്ങുകയാണ് പതിവ്. ഈ വട്ടപ്പള്ളിമൂത്ത് ഒരു ദൈവജ്ഞനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു വ്യക്തി അകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് ആ ഒരു പിറ്റേ ദിവസം നടക്കുന്ന ആ ഒരു കൈമുക്കിൻ്റെ ശുഭാശുഭങ്ങൾ പ്രവചിക്കുകയും ചെയ്യായിരുന്നു. ശ്രീകോവിലിന് മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ നിന്ന് പൊൽപ്പന ഭട്ടതിരിയുടെ സാന്നിധ്യത്തിൽ വട്ടപ്പള്ളി മൂത്തത് ചില സത്യവാചകങ്ങൾ ചൊല്ലിക്കൊടുക്കും. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമേ അവിടെ നിത്യപൂജകളും ദീപാരാധനയും അത്താഴപൂജയൊക്കെ നടക്കുകയുള്ളൂ. അത്താഴപൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപുരയിൽ വന്ന് അന്ന് രാത്രി മുഴുവനും ഈ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊണ്ട് അന്ന് രാത്രി മുഴുവനും കഴിച്ചു കൂട്ടണം.
ആ ഒരു അന്തരീക്ഷത്തിലും പലരും അവിടെ നിന്നും പിന്മാറാറുണ്ട്. ഈ ഒരു കടമ്പകളെല്ലാം കടന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്തെ വട്ടപ്പള്ളി മൂത്തത് ഇയാളെ വിളിച്ചുണർത്തി ക്ഷേത്രകുളത്തിലേക്ക് കുളിക്കാൻ കൊണ്ടുപോകും. അതും വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് പ്രജ്ഞാതീർത്ഥം എന്ന പേരുള്ള ഈ ഒരു ക്ഷേത്രകുളം നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ശങ്ക ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഇത്തരമൊരു സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം കുളിച്ച് കയറി വന്നു കഴിഞ്ഞാൽ ഈ കൈമുക്കിൽ പങ്കെടുക്കാതിരിക്കാൻ സാധ്യമല്ല. അപ്പം അങ്ങനെ കുളിച്ച് കയറി വരുന്ന വ്യക്തിക്ക് വട്ടപ്പള്ളി മൂത്തത് മണ്ണാത്തി അലക്കിയ വെളുത്ത വസ്ത്രം തട്ടുടുക്കാൻ കൊടുക്കും. തട്ടുടുത്ത് ഭസ്മക്കുറി അണിയിച്ച് ഇയാളെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കും. ആ സമയം ഗണപതിയുടെ ശ്രീകോവിലിന് മുമ്പിലായിട്ട് വലിയൊരു ഇരുമ്പ് പാത്രത്തിനുള്ളിൽ നെയ്യ് ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ടാവും. കുറ്റാരോപിതനായ വ്യക്തി മൗനവ്രതം ആചരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ കൊടിമരച്ചുവട്ടിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം വട്ടപ്പള്ളി മൂത്തത് ഒരു സത്യവാചകം ചൊല്ലിയ വാറോല ഇദ്ദേഹത്തിൻ്റെ ഒരു ഇടുപ്പിനുള്ളിൽ കുത്തിവെച്ച് കൊടുക്കും. അവിടെ നിന്നും നേരെ ഈ ഒരു പാത്രത്തിൻ്റെ നെയ്യ് തിളച്ച് മറിയുന്ന ആ ഒരു ഇരുമ്പ് കിടാരത്തിന് മുന്നിലെത്തി മഹാദേവനെ ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയം. ആ ഒരു സമയം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ആ ഒരു ഉദയസൂര്യൻ്റെ രശ്മികൾ കൃത്യമായിട്ട് ഈ ഒരു ഇരുമ്പ് കിടാരത്തിനുള്ളിലേക്ക് പതിക്കുന്നുണ്ടാവും. അതിനുശേഷം വട്ടപ്പള്ളി മൂത്തത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വെള്ളി ഋഷഭ വിഗ്രഹം ഈ തിളയ്ക്കുന്ന നെയ്ക്കുള്ളിലേക്ക് ഇടും. അപ്പോൾ ഈ കുറ്റാരോപിതനായ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ട് ആ തിളച്ച നെയ്ക്കുള്ളിലേക്ക് കൈയിട്ട് ഈ ഋഷഭവിഗ്രഹം തപ്പിയെടുത്ത് അവിടെ ഒരു തൂശനിലയിലേക്ക് ഇട്ട് കൊടുക്കണം. ആ സമയം അതിൻ്റെ അവകാശമായിട്ട് ഒരാളവിടെ നിൽപ്പുണ്ടാവും. അയാൾ പച്ച ചാണകം കൊണ്ട് ഈ ഋഷഭവിഗ്രഹം പൊതിയുകയും ചെയ്യും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രാധികാരികളും ഒരുപാട് ആളുകളും ഇങ്ങനെ കൂടി നിൽപ്പുണ്ടായിരിക്കും. കൈമുക്കി ഈ ഋഷഭവിഗ്രഹം എടുത്ത് ഇലയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഈ കൈയും പൊക്കി പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ഒരു വലം വെച്ച് വരണം. വലം വെച്ച് കൊടിമരച്ചോട്ടിലെത്തി കഴിഞ്ഞാൽ ഈ വട്ടപ്പള്ളി മൂത്തത് അദ്ദേഹത്തിൻ്റെ കൈ എല്ലാവരും കാണുക ഒരു തുണി കൊണ്ട്, കട്ടിയുള്ള തുണി കൊണ്ട് പൊതിഞ്ഞു കിട്ടും. പിന്നീട് അദ്ദേഹം വരുന്ന 3 ദിവസം ഈ വട്ടപ്പള്ളി മൂത്തതിൻ്റെ ഇല്ലത്തായിരിക്കും ഈ കുറ്റാരോപിതനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലായിരിക്കും കഴിയുക. 3-ാം ദിവസം രാവിലെ ഇദ്ദേഹത്തെയും വിളിച്ച് ദേഹശുദ്ധിയൊക്കെ വരുത്തി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ആ സമയം ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന അധികാരികളും ക്ഷേത്രാധികാരികളും ആളുകളൊക്കെ ഇതിൻ്റെ ആ ഒരു ഫലം അറിയാൻ വേണ്ടി നോക്കി നിൽപ്പുണ്ടാവും. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് വട്ടപ്പള്ളി മൂത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ കെട്ടഴിക്കും. കെട്ടഴിക്കുന്ന ആ ഒരു സമയത്ത് കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പൃഷ്ഠനായും, കൈ പൊള്ളിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരപരാധിയായിട്ടും പ്രഖ്യാപിക്കും. കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഭ്രഷ്ടായാൽ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതിൻ്റെ പ്രായശ്ചിത്തത്തിനും ശുദ്ധി കർമ്മങ്ങൾക്കുമായിട്ട് 400 പണം ക്ഷേത്രത്തിൽ കെട്ടിവെക്കണം. അതിനുശേഷം അവിടെയുള്ള 32 ദാസിമാരെ കൊണ്ട് ചൂലിനടിപ്പിച്ച് ഇദ്ദേഹത്തെ നദിക്കക്കരയിലേക്ക് ഓടിച്ചുവിടും. നിരപരാധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ അദ്ദേഹത്തിന് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി അവിടെ മണ്ഡപത്തിൽ കയറി ജപിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ആ സമയം ആർക്ക് വേണമെങ്കിലും പോയി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പരിശോധിക്കുകയും ചെയ്യാം, കൈ പൊള്ളിയിട്ടുണ്ടോ എന്നുള്ള വിവരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ശുദ്ധഭോജനം എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. അതായത് അവിടെയുള്ള ബ്രാഹ്മണരെ എല്ലാം വിളിച്ചിരുത്തി എല്ലാവർക്കും ഊണ് കൊടുക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ആ ഊണിൻ്റെ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ബ്രാഹ്മണർക്ക് കുടിക്കുന്നീർ വീഴ്ത്തുന്നത് ഈ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട ബ്രാഹ്മണനായിരിക്കും. അതൊരു അംഗീകാരം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ മറ്റുള്ള സമൂഹം അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് അദ്ദേഹത്തിന് അവരുടെ കൂടെ ഒപ്പം ഇരുന്ന് ഊണ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പന്തിഭോജനവും കഴിഞ്ഞു, ഭ്രഷ്ടും മാറി, ഇവരെല്ലാവരും സ്വസമൂഹം അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ ഒരു വലിയ വാഹനത്തിന് കയറ്റി പട്ടണ പ്രദർശനത്തിനായിട്ട് കൊണ്ടുപോകും. പട്ടണ പ്രദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഇദ്ദേഹത്തിന് അപ്പോഴേക്കും ക്ഷേത്രാധികാരികൾ ഭ്രഷ്ട് നീങ്ങി എന്നുള്ള ഒരു ശുദ്ധിപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും, അത് കൊടുക്കും. പിന്നെ ഇദ്ദേഹം ഈ ശുദ്ധിപത്രവുമായിട്ട് നേരെ തിരുവനന്തപുരത്ത് പോയി രാജാവിനെ മുഖം കാണിച്ച് ഈ ശുദ്ധിപത്രം കൈമാറുകയും രാജാവിന് ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യമായി ഇദ്ദേഹത്തിന് പട്ടും വീരശൃംഖലയും നൽകി ആദരിക്കുന്നതോടുകൂടി ഈ ശുചീന്ദ്രൻ കൈമുക്കിൻ്റെ ആ ഒരു ചടങ്ങുകൾ അവിടെ അവസാനിക്കുകയും ചെയ്യും. 1845 സ്വാതിരുനാൾ മഹാരാജാവ് ഈ ഒരു ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്ന ചടങ്ങ് നിർത്തലാക്കുകയും പിന്നീട് 1861 ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമം മൂലം ഇത് പൂർണ്ണമായും നിർത്തലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു രസകരമായ സംഭവം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലെ ഒരു നമ്പൂതിരി തണുത്ത നെയ്യിൽ കൈമുക്കിയിട്ടും കൈ പൊള്ളിയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കൽ ഇതുപോലെ ഈ ശുചീന്ദ്രൻ കൈമുക്കിന് വേണ്ടി അവിടെ എത്തിയ നമ്പൂതിരി തിളച്ച നെയ്യിൽ ആര് കൈമുക്കിയാലും അവരുടെ കൈ പൊള്ളുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിളച്ച നെയ്യിൽ കൈയിട്ടാലും തിളയ്ക്കാത്ത നെയ്യിൽ കൈയിട്ടാലും അദ്ദേഹത്തിന് കൈ പൊള്ളണമല്ലോ.
അപ്പം അദ്ദേഹത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് അധികാരികൾ ഈ നെയ് തിളപ്പിക്കൽ ഒഴികെയുള്ള ചടങ്ങുകളെല്ലാം നടത്തി ഈ തണുത്ത നെയ്യിൽ കൈമുക്കാനായിട്ട് അവസരം നൽകി. ഈ തണുത്ത നെയ്യിൽ കൈമുക്കി അദ്ദേഹത്തിൻ്റെ കൈ 3-ാം ദിവസം അഴിച്ചു നോക്കുമ്പോൾ കൈ പൊള്ളിയതായിട്ടാണ് അത്ഭുതം എന്ന് പറയട്ടെ കണ്ടെത്തിയത്. അദ്ദേഹത്തെ യാതൊരു സംശയവുമില്ല പ്രശ്നമായിട്ട് കൽപ്പിക്കുകയും ഈ ദാസിമാരെ കൊണ്ട് ചൂലിനടിപ്പിച്ച് നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഏതോ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കാലത്തെ രേഖകൾ, അവിടുത്തെ ഈ കൈമുക്കിൻ്റെ രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കാലയളവിലുണ്ടായ ഒട്ടുമിക്ക ആ ഒരു കൈമുക്കിൻ്റെ ചടങ്ങുകളിലും ആകെ ഒരാളുടെ കൈ മാത്രമാണ് പൊള്ളിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളതും. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്നൊക്കെ ഘോരഘോരം വാദിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇക്കാലവും ഇങ്ങനെ ഒരു ശിക്ഷാരീതികൾ നിലവിലുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ശുചീന്ദ്രത്ത് പോയി കൈമുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് ആലോചിച്ച് നോക്കൂ.